നമ്മള് മുടിയൊക്കെ ഒതുക്ക്. ഞങ്ങള് മനാമയ്ക്ക് കേട്ടോ, ഞങ്ങള് സിറ്റി സെന്ററിൽ പോവാ. ഞങ്ങളെ പിന്നെ എന്തുവായിരുന്നു, ഇതിന്റെ ഡ്രസ്സ് വാങ്ങാൻ പോവാണ്. അബ്ദുള്ള, എല്ലാവർക്കും സലാം പറ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് കൂടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇതുവരെ ഡ്രസ്സൊന്നും എടുക്കാൻ പോയില്ല, ഇപ്പോഴാണ് ഫ്രീ ആയത്. അബ്ദുള്ള, അമാനു കണ്ടില്ലല്ലോ. അങ്ങനെ നമ്മളിത് സിറ്റി സെന്ററിൽ പോകാൻ കേട്ടോ. വെള്ളിയാഴ്ച ആയിരുന്നു, അപ്പോൾ ഇവർ പള്ളിയിൽ നിന്ന് പോയിട്ട് വരാൻ കുറച്ച് താമസിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ എന്താ ഇറങ്ങിയതേ ഉള്ളൂ. 2 മണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അള്ളാഹ്ക്കറിയാം എത്ര മണിയാവുമെന്ന്. ഷെഫിക്കാണെങ്കിൽ ഇന്ന് വേറൊരിടത്ത് നോമ്പ് കുറിയാ അല്ലേ? വേറൊരിടത്ത് നോമ്പ് തുറക്കാൻ പോകണം. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കിന്ന് രാത്രി മൈലാഞ്ചി പരിപാടി എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ ഓൾറെഡി മൈലാഞ്ചി ഇട്ട് കേട്ടോ, മൈലാഞ്ചി ഇട്ടു. ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരുടെ കൂടുന്നു, അപ്പോൾ അവിടെയും പോകണം. അപ്പോൾ ആകെ ഒരു ഓഫാണ്, ഫുള്ള് ബിസിയാണ്. അപ്പം എന്തേ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. ഇപ്പോൾ ട്രാഫിക്ക് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നിങ്ങളൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ? എല്ലാവരും കുറേ പേരൊക്കെ നേരത്തെ എടുത്തു. ഞാനൊക്കെ ഈ ലാസ്റ്റ് മൊമെന്റിൽ, എപ്പോഴും ഞാൻ ലാസ്റ്റ് മൊമെന്റിലേ എടുക്കത്തുള്ളൂ. പിന്നെ സിഗ്നൽ ഓണായി. ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഇപ്പം നോമ്പിൻ്റെ ആ ഒരു ബാങ്കിൻ്റെ ടൈം ആകുമ്പോഴാണ് നല്ല തിരക്കാവുന്നത്. ഇപ്പം നമ്മൾ റോഡൊക്കെ കാലിയാണ് കേട്ടോ. നമുക്ക് വെട്ടൊന്ന് വിട്ടുപോവാം. എത്ര മിനിറ്റ് എടുക്കും ഷെബീനി? നമ്മളെത്തി 2 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിൽ വന്നു കേട്ടോ. സിറ്റി സെൻറ്ററിൽ ഇതൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ആയിരുന്നു. ആദ്യം നമ്മൾ സെൻട്രൽ പോയിന്റിലാണ് കയറിയത്. ഷെഫി പറഞ്ഞ് ആദ്യം ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം വാങ്ങാമെന്ന് പറഞ്ഞത് കേട്ടോ. എനിക്കാണ് കുറച്ച് ടാസ്ക്, എന്ത് കണ്ടാലും പിടിക്കൂല. അങ്ങനെ സിറ്റി സെൻറ്ററിൽ വന്നിട്ട് സെൻട്രൽ പോയിന്റിൽ വന്നിട്ട് ആദ്യം ഞാൻ നോക്കിയപ്പോൾ സ്കേർട്ടാണ് കേട്ടോ. എനിക്ക് സ്കേർട്ടിനോട് എന്താണെന്ന് അറിയത്തില്ല, എവിടെ കണ്ടാലും അന്നും ഇന്നും ഭയങ്കര ക്രേസാണ് കേട്ടോ. അങ്ങനെ സ്കേർട്ട് നോക്കുമ്പോൾ ഷെഫി പറഞ്ഞു, ഇതല്ലേ സ്കേർട്ട് വേണ്ട, വേറെ എന്തെങ്കിലും നോക്കാം. അങ്ങനെ ഞാൻ നോക്കിയപ്പം കുറേ കളർഫുള്ളായിട്ടുള്ള ഗൗണുകളും ഒക്കെ ഉണ്ട് കേട്ടോ. സെൻട്രൽ പോയിന്റിൽ നല്ല കളക്ഷൻസാണ്. അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡ്രസ്സുകളിൽ ഒരു ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. 1 വാങ്ങിയോളൂ. അപ്പം ഞാൻ അതിൽ ഏതാണെന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ എൻ്റെ ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് എനിക്ക് പിന്നെ എൻ്റെ സ്ട്രഗ് മേടിക്കണമായിരുന്നു, പിന്നെ അതുപോലെ ഷാള് വാങ്ങണമായിരുന്നു. അപ്പോൾ ഷാള് ഞാനിതിൽ കാണിച്ചില്ല കേട്ടോ, കാരണം ഷാൾ എടുക്കുന്ന ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എടുത്ത ഡ്രസ്സ് ഏതാണെന്ന്. അങ്ങനെ അത് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ലെഫ്റ്റ് ഐസിൽ പോയി. അബ്ദുള്ളയ്ക്ക് അവിടെ നിന്നാണ് ഡ്രസ്സ് വാങ്ങിയത് കേട്ടോ. അബ്ദുള്ളയ്ക്ക് ജീൻസിൻ്റെ ആ ഒരു ഷർട്ടും പിന്നെ അബ്ദുള്ളയ്ക്ക് ഇതേ ആ ഒരു കാണിച്ചിരിക്കുന്ന സ്പൈഡർമാൻ്റെ ഷർട്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത് വാങ്ങിയില്ല. ഈ ഒരു ജീൻസും പിന്നെ മോന് അതിൻ്റെ ട്രൗസറും വാങ്ങിച്ച്. പിന്നെ നമ്മൾ പിന്നെ മാക്സിൽ വന്നു കേട്ടോ. മാക്സിൽ വന്നിട്ട് അബ്ദുള്ളയ്ക്ക് വീട്ടിലിടുന്ന കുറച്ച് ടീഷർട്ട് വേണമായിരുന്നു. പിന്നെ അവിടെ നിന്ന് അബ്ദുള്ളയ്ക്ക് ചെരുപ്പും വീട്ടിലിടുന്ന ഡ്രസ്സും വാങ്ങിച്ച്. അന്നേരം അമ്മാനുവിന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. സെൻട്രൽ പോയിന്റിനും വാങ്ങിച്ചില്ല, എങ്ങൊന്നും വാങ്ങിച്ചില്ല. കാരണം എങ്ങൊന്നും അമ്മാനുവിന് ഡ്രസ്സ് പിടിക്കൂല. കഴിഞ്ഞ തവണയാണെങ്കിൽ ഞങ്ങളുടെ വന്നതുമില്ല വാങ്ങാനും. കാരണം അവനിക്ക് ഇപ്പോഴത്തെ ഓവർ സൈസും ഫ്ലവറും അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളാണ് വേണ്ടത്. അങ്ങനെ കഴിഞ്ഞ തവണ കേട്ടോ. അപ്പോൾ ഇത്തവണ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനതൊന്നും എടുക്കുന്നില്ല, ഇത്തവണ അവൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവനുമായിട്ട് 2-3 ഷോപ്പിൽ കയറി, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ബ്ലൂ ഷർട്ട് ഇഷ്ടപ്പെട്ട്, ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഡെബിൻഹാംസിൽ കയറി. അപ്പോഴത്തേനുണ്ടല്ലോ ഷെഫിക്കാണെങ്കിൽ പുറത്ത് നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നല്ലോ നോമ്പ് തുറ ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ സിറ്റി സെൻറ്ററിലാക്കിയിട്ട് ഷെഫി നോമ്പ് തുറക്കാൻ പോയി. അപ്പം ഞാൻ ഷെഫിക്ക് പിന്നെ ജോർദിയാനൻ്റെ ഒരു ടീഷർട്ടാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ അമാനുവിനും അവിടെ നിന്നാണ് ഷർട്ട് വാങ്ങിയത്. അപ്പം ഷെഫി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഫുഡ് കോർട്ടിൽ പോയി നോമ്പ് തുറഞ്ഞാൽ മതി, ഞാൻ അപ്പോഴത്തേനും നോമ്പ് മുറിച്ചിട്ട് അങ്ങ് വരാമെന്ന് പറഞ്ഞു. അപ്പം ഷെഫിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു നോമ്പ് തുറയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അബ്ദുള്ളയും കൊണ്ട് ഫുഡ് കോർട്ടിലോട്ട് പോവാണ് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട്. അപ്പോൾ ഫുഡ് കോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് അബ്ദുള്ള ഉണ്ടല്ലോ ഐസ്ക്രീം ഉണ്ടപ്പോൾ പിന്നെ അങ്ങ് ബഹളം തുടങ്ങി. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ച് ബർഗറും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൊണ്ടാണ് പിന്നെ നോമ്പ് തുറന്നത് കേട്ടോ. നോമ്പൊക്കെ തുറക്കുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുമ്പോൾ എന്തോ പോയാണ്. പിന്നെ ഈ ഒരു ടൈമിൽ ആ ഒരു ഫുഡൊക്കെ ഉള്ളു അവിടെ. അങ്ങനെ അതാണ് കഴിച്ചത്. അപ്പോഴത്തേനും ഷെഫി വന്നിരുന്നു. അങ്ങനെ ഷെഫി വന്നിട്ട് പിന്നെ ബാക്കി പർച്ചേസ് തുടങ്ങി കേട്ടോ. അപ്പോഴത്തേനും ഓൾറെഡി സന്ധ്യയായി. അങ്ങനെയാണെങ്കിൽ ടൈം ഒരുപാട് പോയി കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെരുപ്പ് വാങ്ങണമായിരുന്നു, പിന്നെ കമ്മൽ വാങ്ങണമായിരുന്നു. അങ്ങനെ ചെരുപ്പ് കമ്മലും ഒക്കെ ബാക്കി അതെല്ലാം വാങ്ങിച്ച് അപ്പോഴത്തേനും ഓൾമോസ്റ്റ് നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ അമ്മാനുവിന് ഷൂ വാങ്ങണമെന്ന് പറഞ്ഞു. അത് അവൻ്റെ ഷൂ അവൻ പുറത്തുനിന്ന് വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്ക് വാങ്ങിച്ച്. പിന്നെ ഷെവിക്ക് ടീഷർട്ട് ഓൾറെഡി വാങ്ങിച്ചായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാൻ അമ്മാനുവിനെ പള്ളിയിൽ ഇറക്കി. ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. 11 മണിയായി. 1:30 മണി, 2 മണിക്കങ്ങാണ്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ കുഴഞ്ഞു കേട്ടോ, ഭയങ്കരമായ തലവേദന.
പിന്നെ ഫുഡെല്ലാം കഴിച്ചതൊന്നും അത്ര നോക്കിയായില്ല. കാരണം ആ ഒരു തിരക്കിനിടയ്ക്ക് ബർഗറൊന്നും ശരിയാവില്ലല്ലോ നോമ്പ് കുറച്ചിട്ട്. എന്താണെന്നുണ്ടോ ഭയങ്കര തലവേദന എടുക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആണെങ്കിൽ മൈലാഞ്ചി പ്രോഗ്രാം വരണമെങ്കിൽ എനിക്കാണെങ്കിൽ പോകണമെന്നേ ഇല്ല, വയ്യാത്തത് കൊണ്ട്. എന്നിട്ടാണെങ്കിൽ ഞാനില്ലാണ്ട് അവർക്ക് ഒരു അതായത് ഞങ്ങളൊരു ഒരേ വൈബുള്ളവരാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ഫ്രഷായി നിസ്കരിക്കാനുണ്ട്, ഫ്രഷായി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പം ഞങ്ങളുടെ ഈ കുട്ടി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവരോടും സ്നേഹം മാത്രം.